എന്റെ എല്ലാ മിത്രങ്ങളെയും ഇന്നത്തെ കഥയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. ശ്രീലക്ഷ്മിയും നക്ഷത്രയും BSc നഴ്സിംഗിന് ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിൽ ഒരേ മുറിയിലാണ് രണ്ടുപേരും താമസിക്കുന്നതും. അവർ നല്ല സുഹൃത്തുക്കളാണ്. തിരുവനന്തപുരത്താണ് നക്ഷത്രയുടെ വീട്. ശ്രീലക്ഷ്മിയുടെ വീടാകട്ടെ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട എന്ന കൊച്ചു ഗ്രാമത്തിലും. സിറ്റിയിൽ വളർന്ന നക്ഷത്രയുടെ പല രഹസ്യങ്ങളും ശ്രീലക്ഷ്മി എന്ന നാട്ടിൻ പുറത്തുകാരി ഇനിയും അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീലക്ഷ്മി അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ്. മോടെ വാശി കാരണമാണ് വീട്ടുകാർ അവളെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ അനുവദിച്ചത് തന്നെ. അവളോ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട കിളിയെപ്പോലെ കിട്ടിയ സ്വാതന്ത്ര്യം അവൾ പരമാവധി ആഘോഷിച്ചു. എന്നാലും നല്ല രീതിയിൽ പഠിക്കണം, എന്നിട്ടൊരു ജോലി കരസ്ഥമാക്കണം. തന്നെ കെട്ടാൻ പോകുന്ന മണിക്കുട്ടന് അതൊരു സഹായമാവുകയും ചെയ്യും. അങ്ങനെയുള്ള ചിന്തയൊക്കെ അവൾക്കുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരി നക്ഷത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ നല്ല കാശുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ്. പക്ഷേ അവളുടെ ഡാഡിയും മമ്മിയും അത്ര സ്വരച്ചേർച്ചയിലല്ല. അവർ രണ്ടിടത്തായി മാറിയാണ് താമസിക്കുന്നത്. നക്ഷത്രയ്ക്കൊരു ആങ്ങളയുണ്ട്, ഗോകുൽ. അവനാള് പുലിയാണ്. അവനില്ലാത്ത പരിപാടി ഒന്നും തന്നെ ഇല്ല. ഒരിക്കൽ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചേച്ചു വന്ന ശ്രീലക്ഷ്മി കണ്ടത് നക്ഷത്രയുടെ റൂം അടച്ചിട്ടിരിക്കുന്നു. അവൾ പതുക്കെ കതകിൽ ഒന്ന് തള്ളി നോക്കി. കതകകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയാണ്. അവൾ കതകിൽ മുട്ടി വിളിച്ചു, "ഡീ നക്ഷത്രേ, കതക് തുറക്കടി. നീ കതകടച്ചിരുന്ന് എന്തോ ചെയ്യുക?" ശ്രീലക്ഷ്മി വിളിച്ചു ചോദിച്ചു. പെട്ടെന്ന് നക്ഷത്ര വന്ന് കതക് തുറന്നു. ശ്രീലക്ഷ്മി അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. നക്ഷത്രയുടെ മുഖത്ത് ഒരു വിളർച്ച, എന്തോ കള്ളത്തരം കാണിച്ചതുപോലെ. "ഡീ നീ വേഗം വാ, വന്നകത്ത് കയറ്." അതും പറഞ്ഞ് നക്ഷത്ര ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. എന്നിട്ട് കതകടച്ച് കുറ്റിയിട്ടു. ശ്രീലക്ഷ്മി ചോദിച്ചു, "എന്താടി, എന്തു പറ്റി? നിനക്കിതിനകത്ത് കതകടച്ചിരുന്ന് നീ എന്തു ചെയ്യുക? നിന്റെ മുഖം കണ്ടിട്ട് എന്തോ കള്ളപ്പരിപാടിയാണല്ലോ." അത് കേട്ടപ്പോൾ നക്ഷത്ര മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, "ഡീ പിന്നെ നീ ഇത് ആരോടും പറയരുത്. എനിക്ക് രഹസ്യമായി ചെറിയ ഒരു ദുശീലമുണ്ട്." "എന്തോന്ന് ദുശീലം?" ശ്രീലക്ഷ്മി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നക്ഷത്ര ചിരിച്ചുകൊണ്ട് കട്ടിലിനടിയിൽ പാത്തു വെച്ചിരുന്ന ഒരു കുപ്പി കാണിച്ചു കൊടുത്തു. "അമ്പടി, നീ ആള് കൊള്ളാമല്ലോ. അപ്പോൾ ഇതായിരുന്നു നിനക്ക് പരിപാടി. കൊള്ളാമല്ലോടി നീ." "ഇല്ലടി, വല്ലപ്പോഴുമൊക്കെ ഉള്ളു. നീ ഇതാരോടും പറയല്ലേ." "ഓ, ഇനി ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ലേ. നീ എന്തിനാടി ഇതൊക്കെ കാണിച്ച് സ്വയം നശിക്കുന്നത്?" ആര് നശിക്കുന്നെന്നാ? ഓടി അവിടുന്ന്." ഇതും പറഞ്ഞ് നക്ഷത്ര പൊട്ടിച്ചിരിച്ചു. "എന്റെ പൊന്നുമോളെ, ഇതൊക്കെ ഒരു രസമല്ലേടി. കുഗ്രാമത്തിൽ വളർന്ന നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല." "ഓ, അതൊന്നും എനിക്കറിയില്ല. ഇതിനൊക്കെ അഡിക്റ്റ് ആയാൽ ഓരോരുത്തരും നശിച്ചു പോകുന്നത്. നമ്മൾ ദിവസവും പത്രത്തിൽ ഓരോന്ന് വായിക്കുന്നതല്ലേടി." "എടി, അത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറെ എണ്ണമാ. നമ്മളൊക്കെ സ്വല്പമെങ്കിലും വിവരമുള്ള ആൾക്കാരല്ലേ." ശ്രീലക്ഷ്മി ചിരിച്ചു. "ആണോ? എനിക്കറിയില്ല. പിന്നെ നിന്നോട് വാദിച്ച് ഞാൻ ജയിക്കാൻ ആളല്ല മോളെ." പറയുന്നതിനിടയിൽ നക്ഷത്ര ഒരെണ്ണം ഒഴിച്ചു കഴിച്ചു. ശ്രീലക്ഷ്മിയുടെ നോട്ടം കണ്ടപ്പോൾ നക്ഷത്ര ചോദിച്ചു, "നിനക്ക് വേണോടി? വേണമെങ്കിൽ ഇതാ ഒരു ചെറിയ ഒരെണ്ണം കഴിച്ചോ." "ഓടി അവിടുന്ന്, നീ കഴിച്ചോ. എനിക്കെങ്ങും വേണ്ട." "ഒന്ന് പോടി അവിടുന്ന്. നീ ഇങ്ങനെ നല്ല കുഞ്ഞായിട്ട് നടന്നോ മോളെ." പെട്ടെന്നാണ് ശ്രീലക്ഷ്മിയുടെ ഫോൺ ശബ്ദിച്ചത്. അവൾ നോക്കിയപ്പോൾ പേര് സേവ് ചെയ്യാത്ത ഒരു വിദേശ നമ്പർ ആയിരുന്നു. അത് മണിക്കുട്ടനായിരിക്കുമെന്ന് കരുതി അവൾ വേഗം ഫോൺ എടുത്തു. "ഹലോ, മണിക്കുട്ടൻ ചേട്ടാ." "ആ, പറയടി, എന്തുണ്ട് വിശേഷം?" അത് കേട്ടതും ശ്രീലക്ഷ്മിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവൾ പെട്ടെന്ന് കട്ടിലിലേക്ക് ഇരുന്നു. അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് നക്ഷത്ര ചോദിച്ചു, "ആരാടി ഫോണിൽ? നിന്റെ മുറച്ചെറുക്കനാണോ? മുറച്ചെറുക്കനായ പായുവരനാണോടി?" അത് കേട്ട് ശ്രീലക്ഷ്മി തലയാട്ടി. നടക്കട്ടെ നടക്കട്ടെ മോളെ." നക്ഷത്ര ചിരിച്ചുകൊണ്ട് കുപ്പിയെടുത്തു. "ആ, പിന്നെ എങ്ങനെയുണ്ടടി നിന്റെ പഠിത്തമൊക്കെ?" മണിക്കുട്ടൻ ചോദിച്ചു. "ആ, കുഴപ്പമില്ലേട്ടാ." "ഇപ്പോഴാണോ സിമ്മ് റെഡിയായത്?" "അതേടി, ഇന്ന് രാവിലെ ശരിയായതേ ഉള്ളൂ." "ഓഹോ, എന്നിട്ട് ഇപ്പോഴാണോ എന്നെ വിളിക്കാൻ സമയം കിട്ടിയത്?" "എടി, ഞാൻ കമ്പനിയിലായിരുന്നു. ഇപ്പോഴാ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത്." "ആ, അത് പോട്ടെ.
അവിടെ എന്തൊക്കെയുണ്ട്? സുഖമാണോ നിനക്ക്? ആ, സുഖം, പരമസുഖം. അവരുടെ ആ സംസാരവും കൊഞ്ചലുമൊക്കെ നക്ഷത്ര കേൾക്കുന്നുണ്ടായിരുന്നു. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അവളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ശ്രീലക്ഷ്മി ഫോണും കൊണ്ട് പുറത്തേക്ക് പോകാൻ എഴുന്നേറ്റതും നക്ഷത്ര ചാടി എണീറ്റു. ഡീ, കതവ് തുറക്കല്ലേ, നീ എങ്ങോട്ട് പോകുന്നു? ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ശ്രീലക്ഷ്മി പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഡീ, കതവ് തുറന്നാൽ ഈ കുപ്പി ആരെങ്കിലും കാണും, തുറക്കല്ലേ. അപ്പോഴാണ് ശ്രീലക്ഷ്മി ആ കാര്യം ഓർത്തത് തന്നെ. അയ്യോ, സോറിയടി, ഞാനത് ഓർത്തില്ല. അതും പറഞ്ഞ് അവൾ നക്ഷത്രയുടെ കവിളിലൊന്ന് നുള്ളി. ശരി മോളെ, നിന്നെ കെട്ടാൻ പോകുന്നവൻ വിളിച്ചപ്പോഴത്തേക്കും നീ പരിസരമെല്ലാം അങ്ങ് മറന്ന് അല്ലേടി? നീ ഫോണും കൊണ്ട് ഇപ്പോ എങ്ങോട്ട് പോവുക? എടി, ഞാൻ ടെറസിലേക്ക് പോവുക. അവിടെ ആവുമ്പോൾ നിനക്കും ബുദ്ധിമുട്ടാകില്ല, ശ്രീലക്ഷ്മി പറഞ്ഞു. ആ, നടക്കട്ടെ മോളെ. മിക്കവാറും നിന്റെ കണവൻ നിന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കാൻ ഗൾഫിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും കേട്ടോ. ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് കതകു തുറന്ന് ഫോൺ ചെവിയിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് ടെറസിലേക്ക് പോയി. നക്ഷത്ര അപ്പോൾ തന്നെ കതകടച്ച് വേഗം കുറ്റിയിട്ടു. ആരായിരുന്നടിയത്? മണിക്കുട്ടൻ ചോദിച്ചു. അതോ, അതെന്റെ കൂട്ടുകാരിയാണ്. എന്തുവാടി അവളുടെ പേര്? നക്ഷത്ര. ആഹാ, നല്ല പേരാണല്ലോ. ആളെങ്ങനെയുണ്ടടി, പീസാണോ? പോയേ പോയേ, എന്റെ വായിലിരിക്കുന്നത് വല്ലതും കേൾക്കും. നിന്റെ വായിലിരുന്നത് കേൾക്കാൻ ഒരു രസമുണ്ട്, മണിക്കുട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ഇപ്പോൾ ഇയാൾ രസവും സാമ്പാറും ഒന്നും ഉണ്ടാക്കേണ്ട. ഓ സോറി, എന്റെ പൊന്നുമോളെ, നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേയോടി. നക്ഷത്ര ഒരു വികൃതി പെണ്ണാ. സത്യത്തിൽ അവളൊരു പാവമാ. അവളുടെ ഡാഡിയും മമ്മിയും തമ്മിൽ വഴക്കിട്ട് ഇപ്പോൾ അവർ രണ്ടുപേരും വിദേശത്തോ എങ്ങാണ്ടോ ആണ്. അവൾക്ക് പഠിക്കാനുള്ള കാശും പിന്നെ പോക്കറ്റ് മണിയും അവർ അയച്ചു കൊടുക്കും, ശ്രീലക്ഷ്മി പറഞ്ഞു. ഓ, അത് ശരി. അല്ല, നീ അവളോട് സോറി പറയുന്നത് ഫോണിൽ കൂടി ഞാൻ കേട്ടല്ലോ. അതെന്തായിരുന്നു കാര്യം? സോറിയോ? ഞാൻ പറഞ്ഞു? എപ്പോ പറഞ്ഞു? അല്ല, നീ കുറച്ചു മുമ്പ് പറയുന്നത് ഞാൻ ഫോണിൽ കൂടി കേട്ടല്ലോ. അത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് പരിങ്ങി. തൽക്കാലം അവളുടെ സ്വഭാവ ഗുണങ്ങൾ ഒന്നും ഗൾഫിലിരിക്കുന്ന സാർ അറിയണ്ട. അവൾ പറഞ്ഞു. അതോ, അത് ഞാൻ പറഞ്ഞില്ലേ, അവൾ ആളൊരു വികൃതിയാണെന്ന്. അതുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എങ്ങോട്ട് പോകുന്നു, അതൊക്കെ അവൾക്ക് അറിയണം. അതാണ് ഞാൻ ടെറസിൽ പോകുന്നുവെന്ന് അവളോട് പറഞ്ഞത്. മാത്രമല്ല, കതവ് കൂടെ കൂടെ തുറന്നിടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതാ ഞാൻ സോറി പറഞ്ഞത്. ഓ, അത് ശരി. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്നെ കൺട്രോൾ ചെയ്യാൻ ആളുണ്ടല്ലോ അല്ലേ? അത് മതി. അതും പറഞ്ഞ് മണിക്കുട്ടൻ ചിരിച്ചു. ഓ പിന്നെ, എന്നെ കൺട്രോൾ ചെയ്യാൻ അവളിങ്ങോട്ട് വരട്ടെ. അപ്പോഴാ എന്റെ മറ്റൊരു മുഖം അവൾ കാണുന്നത്. ഊവേ, കുറച്ചു മുമ്പ് ഞാൻ ഫോണിൽ കേട്ടല്ലോ അവൾ പറയുന്നതും നീ കിടന്ന് ചിണുങ്ങുന്നതും. പിന്നെ ആ പിന്നെ ശ്രീ, ഇതെന്റെ വാട്സപ്പ് നമ്പർ കൂടിയാണ് കേട്ടോ. ശരി ഏട്ടാ. ആഹാരമൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ടോ? ശ്രീലക്ഷ്മി ചോദിച്ചു. പിന്നെ, ഇവിടെ അടിപൊളി ഫുഡാണ്. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ആഹാരമൊന്നും ഇവിടെ കിട്ടില്ല. പിന്നെന്തുവാ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണമെന്നാണല്ലോ നമ്മുടെ പഴമക്കാർ പറയുന്നത്. പിന്നെ എന്തുണ്ട്, ഏട്ടൻ വീട്ടിലെല്ലാവരെയും വിളിച്ചോ? ഇല്ലടി, നിന്നെ വിളിച്ചിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നിന്നെയാ വിളിച്ചത്. അത് കേട്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷം തോന്നി. ആ, എന്നാൽ ശരി, അമ്മാവിയൊക്കെ ഒന്ന് വിളിക്ക്. അവർ ഏട്ടന്റെ കോളും നോക്കി ഇരിക്കുമായിരിക്കും. അപ്പോൾ ശരി. ആ പിന്നെ പെണ്ണെ, കോൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്കുള്ള പതിവ് സമ്മാനം നീ മറന്നുപോയോ? ഷോ, ഇങ്ങേർക്കൊരു നാണവുമില്ല. പിന്നെ ഞാനെന്തിനടി നാണിക്കുന്നത്? എന്നാ പിടിച്ചോ. കിട്ടിയോ? കിട്ടിയടി, ഒന്നും കൂടി താടി. വേണ്ട, ഇപ്പോൾ ഇത്രയും മതി. ബാക്കിയെല്ലാം കല്യാണം കഴിഞ്ഞു തരാം. ആ, എന്നാൽ ശരി, ഞാൻ നാളെ വിളിക്കാം. ആ ഡീ, പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരി നക്ഷത്രയെ? അവളിൽ നിനക്കൊരു കണ്ണു വേണം കേട്ടോ. എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു വശപ്പിശക്. മണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് അത് വിട്ടുകളയാൻ തോന്നിയില്ല. എന്താ ഏട്ടാ, ഏട്ടൻ എന്തെങ്കിലും സംശയം തോന്നിയോ? അല്ലടി, അത് പിന്നെ നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി, അത്രയേ ഉള്ളൂ. നീ അവളെ പരിചയപ്പെട്ടിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. ശരിയേട്ടാ,
ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഈ പോടി, ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണ്. ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം കേട്ടോ. കഴിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ച് സംസാരിക്ക് കേട്ടോ ചേട്ടാ. ഓ ഏറ്റേ. പിന്നെ നിന്റെ ഈ ഫോണിൽ കൂടിയുള്ള വോയിസ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ പറയാം. അവൾ ചിരിച്ചു. ഒന്ന് പോയേ പോയേ. എപ്പോഴും ഇതാണല്ലേ ചിന്ത. പിന്നെ അല്ലാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് പിന്നെ എന്തോ ചിന്തിക്കാനാ പെണ്ണെ? ചിന്തിച്ചിട്ട് എന്ത് കാണിക്കാനാ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകും. എന്നിട്ട് ഓ, പെണ്ണിനെന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോഴുള്ള സുഖത്തിനല്ലേ? അങ്ങനിപ്പോ വേണ്ട കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, എന്നാ കേട്ടോ. എനിക്ക് കൈക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ. അവിടെ ഇരിക്കുന്ന നീ ഇവിടുത്തെ കാര്യം കാണുന്നുമില്ല. ശോ, ഈ ഏട്ടൻ. മതി മതി, നിർത്ത്. എനിക്കതൊക്കെ കേട്ടപ്പോൾ വല്ലാണ്ടാകുന്നു. ആ, എന്നാൽ ശരി മോളെ. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫോൺ കട്ട് ചെയ്തു.